ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഗൈസ്. 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഷിംജിത പുറത്തിറങ്ങാൻ പോവുകയാണ്. മഞ്ചേരി ജയിലിലാണ് 21 ദിവസം കിടന്നത്. ഉപാധികളോടുകൂടിയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ജാമ്യം കിട്ടാൻ കുറെ കഷ്ടപ്പെട്ടു. എന്താണെങ്കിലും ഷിംജിതയുടെ വക്കീൽ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമ്മൾ ഫയൽ ചെയ്ത ആപ്ലിക്കേഷനിൽ ജാമ്യാപേക്ഷയിൽ ഇപ്പം ബഹുമാനപ്പെട്ട ജില്ലാ കോടതി ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. എല്ലാ സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഫ്രൈഡേ 10 മണിക്കും 11 മണിക്കും ഇടയിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ മുന്നിൽ പോയിട്ട് ഒപ്പുവെക്കണം എന്നുള്ളതാണ് ഉപാധി. മറ്റുപാധികളൊന്നുമില്ല. പിന്നെ 2 ആൾജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു ഉപാധി കൂടിയുണ്ട്, വേറെ ഒന്നുമില്ല. പിന്നെ 50,000 കണക്ക് പറഞ്ഞില്ലല്ലോ. 50,000 രൂപയും ആൾജാമ്യം അങ്ങനെ പറ, എല്ലാം വ്യക്തമായി പറ വക്കീലെ, എന്താ ഇങ്ങനെ? നമ്മൾ പ്രോസിക്യൂട്ടർ വളരെയധികം എതിർത്ത ഒരു ജാമ്യാപേക്ഷയായിരുന്നു ഇത്. ദീപക് പ്രോസിക്യൂട്ടർ മറിക്കാനാണോ ഇരിക്കുന്നത്? എതിർക്കാതെ പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ അഴിച്ചു വിടാൻ പറ്റുമോ? ലാപ്ടോപ്പും മൊബൈൽ ഫോണും പരിശോധിക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വെക്കണമെന്നും അവരുടെ മൊബൈൽ ഫോണിൽ ഏതെങ്കിലും എഡിറ്റഡ് വേർഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് വരെയും അവരെ കസ്റ്റഡിയിൽ വെക്കണമെന്നൊക്കെ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ ആ വാദമൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ പരിശോധനയൊക്കെ ഒരുപാട് വൈകുന്നതാണല്ലോ. അത് ഫോറൻസിക് എക്സാമിനേഷൻ ആയതുകൊണ്ട് അത് ഒരുപാട് സമയം എടുത്തിട്ട് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുവരെയും ഇവരെ കസ്റ്റഡിയിൽ വെക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ലല്ലോ. സംഭവം മനസ്സിലായോ എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടിയെന്ന്? ഈ ഷിംജിതയുടെ ഫോൺ ആൻഡ് ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ദീപകിന്റെ ഫോണും ഇതൊക്കെ ശാസ്ത്ര പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ റിപ്പോർട്ട് ഇതുവരെ കിട്ടിയില്ല. 20-21 ദിവസമായി ഈ സാധനങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ട്. എന്നിട്ടും ഇത്രയും ദിവസം കൊണ്ട് ഇവന്മാർക്ക് ഇത് പരിശോധിക്കാൻ പറ്റിയില്ലയോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കേസസ് ഒക്കെ, ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള കേസൊക്കെ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ഫോർവേഡ് ചെയ്യേണ്ടതാണ്. സാധാരണഗതിയിൽ 10 തൊട്ട് 14 ദിവസം വരെ മതി ഈ ഒരു പരിപാടിക്ക്. അതിനുള്ളിൽ അറിയാൻ പറ്റും അതിനകത്തുള്ള ഡേറ്റ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ പെർമനന്റ്ലി അൺറിക്കവറബിൾ ആണോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഐഫോൺ ഒക്കെ ആണെന്ന് തോന്നുന്നു. മേ ബി സ്റ്റോറേജ് ഒക്കെ ഓവർ റൈറ്റൺ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഈ ഡിലേ ആകുന്നതിന്റെ 1-2 സാധ്യതകളുണ്ട്, അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഫോണിൻ്റെ അകത്തുള്ള ഡേറ്റ റിക്കവർ ചെയ്യാൻ പറ്റാത്ത വരുമ്പോഴത്തേക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസ്, മെത്തേഡ്സ് കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാലതാമസം എന്തായാലും ഉണ്ടാവും. എന്നാലും 21 ദിവസം വെച്ചിട്ട് കൂടുതൽ. പിന്നെ വേറൊരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐക്ലൗഡ് റൂട്ടാണ്. ഇവിടെ ഫോൺ ഐഫോൺ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനകത്തു നിന്നുള്ള ഡേറ്റ ഒക്കെ റിക്കവർ ചെയ്തെടുക്കണമെങ്കിൽ ഐക്ലൗഡിനകത്ത് എന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ആപ്പിളിന് റിക്വസ്റ്റ് അയക്കും. അതും ത്രൂ എന്താണ് ലീഗൽ ചാനലിൽ കൂടെ ആയിരിക്കും റിക്വസ്റ്റ് അയക്കുന്നത്. ഈ റിക്വസ്റ്റ് അവിടെ ചെന്ന് ആപ്പിൾ തിരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഒരു 2 മുതൽ 1 മാസം വരെയെങ്കിലും കാലതാമസം എടുക്കും. പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവരുടെ ഒരു റിപ്ലൈ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലതാമസം എടുത്ത് അവരുടെ റിപ്ലൈ വരുന്നത് നോ ഡേറ്റ അവൈലബിൾ എന്നുള്ള തരത്തിലൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇവള് ഈ ഒരു കേസിനകത്ത് ഈ ദീപക് മരിച്ചതിന് ശേഷം ഈ അക്കൗണ്ട് 2 ഡിലീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പം ആ രീതിയിലും എന്തെങ്കിലും ഉടായിപ്പത്തരം കാണിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ മെറ്റയെ സമീപിക്കണം. അതും ഇതുപോലെ കാലതാമസം എടുക്കുന്നതാണ്. മേ ബി അതൊരു കാരണമാകാം. പക്ഷെ ഇവിടെ ഇവർ പറയുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള എഡിറ്റഡ് ഫയൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് എഡിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടോ, ഇപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഇപ്പം സയന്റിഫിക് എക്സാമിനേഷന് അയച്ചിരിക്കുന്നത് മെയിനായിട്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഈ ആപ്പിളിനെ കോൺടാക്ട് ചെയ്യേണ്ടോ അല്ലെങ്കിൽ ഈ മെറ്റയെ കോൺടാക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഈ ആപ്പിൾ മെറ്റ ആ ഒരു വകുപ്പ് കൊണ്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ 21 ദിവസം മതിയാകുമെന്നാണ് എൻ്റെ ഒരു അറിവ്. കൂടുതൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. നമ്മുടെയൊക്കെ അറിവിന് പരിമിതികളുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാധീനം ഉണ്ടെങ്കിൽ ഡിലേ ആക്കാം. ഡിലേ ആകുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. ഇവക്ക് അത്യാവശ്യം സ്വാധീനം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണുക. ഈ ഷിംജിത മുസ്തഫ വീഡിയോ ചിത്രീകരിച്ചപ്പോൾ ആ ദീപകിന് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ദീപകിനെ മറ്റൊരു പെൺകുട്ടിയെയും കാണാൻ കഴിഞ്ഞിരുന്നു. ആ പെൺകുട്ടിയെ ഉൾപ്പെടുത്തി ഒരു സാക്ഷിയാക്കാനോ ആ പെൺകുട്ടിയുടെ മൊഴി എടുക്കുവാനോ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. ആ പെൺകുട്ടി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട ഏത് തലത്തിലും സഹകരിക്കാൻ, ഏത് തലത്തിലും മൊഴി കൊടുക്കാൻ താൻ തയ്യാറാണ് എന്ന് ആ പെൺകുട്ടി പറഞ്ഞിരുന്നു. അത് മാത്രമല്ല മെറ്റക്കടക്കം പോലീസിനടക്കം ആ പെൺകുട്ടി പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്, തന്റെ ദൃശ്യങ്ങൾ നീക്കണമെന്നടക്കം ഈ പെൺകുട്ടി പരാതിപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുവാനോ മറ്റു കാര്യങ്ങളൊന്നും നടത്തുവാനോ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല.
അന്ന് ഇവൾ ആ ബസ്സിൽ വെച്ച് എടുത്ത വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊരു പെൺകുച്ചിനെ കാണാൻ പറ്റും. ആ പെൺകുട്ടിയുടെ പ്രൈവസി വയലേറ്റ് ചെയ്തു എന്നുള്ള തരത്തിലാണ് ആ പരാതി കൊടുത്തത്. ആ ബസ്സിനകത്ത് ഉണ്ടായിരുന്ന ദൃസാക്ഷിയാണത്. ആ വീഡിയോ എടുക്കുമ്പോൾ ആ വീഡിയോക്കകത്ത് ഉണ്ടായിരുന്ന ആളാണത്. അവർ പറയുന്നുണ്ടായിരുന്നു ഈ കേസിന്റെ എന്ത് ആവശ്യത്തിനും അവർ കൂടെ നിൽക്കാമെന്ന്. എന്നിട്ട് അവരുടെ മൊഴി എടുക്കാനോ അതിനെപ്പറ്റി അന്വേഷിക്കാനോ നമ്മുടെ പോലീസ് തയ്യാറായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഷിംജിത ആദ്യം ദീപകിനെതിരെ ഉന്നയിച്ച വലിയൊരു ആരോപണം മറ്റൊരു പെൺകുട്ടിയെ ഈ ദീപക് കുറെ നേരമായിട്ട് ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ മുഖത്തുണ്ടായ വൈക്ലഭ്യം ഇവള് പുറകിൽ നിന്ന് കണ്ടു മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി തട്ടിച്ചത് എന്നാണ് ഇവിടെ ഒരു വാദം. ഇവിടെ കൊണ അതായിരുന്നല്ലോ. അപ്പം ഈ കൊണയിലുള്ള ആ പെണ്ണ് ഏതാണെന്ന് അറിയാവോ? കണ്ടെത്തിയിട്ടുണ്ടോ? അതോ അങ്ങനെ ഒരു ആളുണ്ടോ? അതോ അങ്ങനെ ഒരു ആളില്ലയോ? അതിനെപ്പറ്റി ഒന്നും തന്നെ ആരും സംസാരിക്കുന്നത് കേട്ടിട്ടില്ല. ആ പെണ്ണ് എന്താ ആവിയായി പോയോ? മറ്റേ CCTV ഫൂട്ടേജ് ഒക്കെ ഇറങ്ങിയായിരുന്നല്ലോ വണ്ടിക്കകത്തുനിന്ന്, അതിനകത്തൊന്നും എല്ലാം കിട്ടിയായിരുന്നു. ഇപ്പൊ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇവക്കത് ഗുണമാണ്. ആ പെൺകുട്ടിയെ ദീപക് ശല്യം ചെയ്തു എന്ന് ആ പെൺകുട്ടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിരപരാധിത്വം തെളിഞ്ഞു. പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് പുറത്തോട്ട് വരുന്നില്ല? അത് വലിയൊരു ചോദ്യമല്ലേ. ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ അങ്ങനെ ഒരാളില്ല. അതും ഇവിടെ കഥയായിരുന്നു. ഇവളെ കൊണ്ട് തട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവക്കൊരു സ്റ്റോറി ബിൽഡ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കഥയാണ്. ഇവൾ ഊരിപ്പോകുന്നേ. ഇവള് സ്വാധീനമൊക്കെ വെച്ച് ഇവൾ ഊരിപ്പോകും. വലിയൊരു പബ്ലിക് ഔട്ട്റേജ് ഇവിടെ ഉണ്ടായതിന്റെ പേരിലാണ് ഇവിടെ പേരിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് നടപടി എടുക്കുകയും ഇവിടെ 21 ദിവസമെങ്കിലും ജയിലിലിടാൻ പറ്റിയത്. ഇലക്ഷനൊക്കെ വരുമല്ലോ, ജനങ്ങളുടെ കണ്ണിലൊക്കെ പൊടിയിടണമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത് നടന്നത്. അറസ്റ്റ് നടന്നത് തന്നെ ഇത്രയും സെൻസേഷൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ കേസ് സാധാരണ ഒരു കേസ് പോലെ തേഞ്ഞു മാഞ്ഞു പോയേനെ ഉറപ്പാണ്. ഇതിന്റെ എൻഡ് റിസൾട്ട്, ഇതിന്റെ വിധി എന്താണെന്ന് ഇപ്പൊ തന്നെ പറയാം. ഇവിടെ ഫോണിൽ നിന്നോ ലാപ്പിൽ നിന്നോ യാതൊരു തെളിവുകളോ അല്ലെങ്കിൽ ഒന്നും കണ്ടെത്താനായില്ല. ഇവളിവിടെ കുറ്റം ചെയ്തു എന്ന് സംശയാതീതമായിട്ട് പോലും തെളിയിക്കാൻ കോടതിക്ക് പറ്റിയില്ല. ഷിംജിതയെ വെറുതെ വിടും. ഇതായിരിക്കും ഈ കേസിന്റെ വിധി. ഇവർക്ക് ജാമ്യം കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ വേദനിച്ച ദീപകിന്റെ വീട്ടുകാരാണ്. ആ അമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ന്യൂസ് ചാനൽസിനകത്ത് വന്നിട്ടുണ്ട്. ഞാൻ അതൊന്ന് വെക്കാം. ജാമ്യം അനുവദിച്ചിരിക്കുന്നത് 20 ദിവസം ജയിലിലുണ്ടായിരുന്നു. ഇപ്പൊ ജാമ്യം കിട്ടിയോണ്ട് പുറത്തിറങ്ങും. എനിക്ക് ഒന്നും പറയാം. എൻ്റെ മോൻ പോയി കിട്ടിയില്ല. ഇനി എൻ്റെ മോൻ തിരിച്ചു വരുമല്ലോ. എനിക്കത് മാത്രം എൻ്റെ മനസ്സിലുള്ള വേദന. ആരോടും ഞാൻ പറയണത്, അവനൊരു തെറ്റ് ചെയ്തിട്ടില്ല. അന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 മണിക്ക് എൻ്റെ കുട്ടി ഈ സംഭവം നടക്കണമെന്ന് 5 മണി റെയിൽവേ സ്റ്റേഷനിൽ, കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്നെ വിളിച്ച് പറഞ്ഞിരിക്കണം, മമ്മിയാ ഞാൻ വണ്ടി വരുന്നുണ്ട്, മമ്മിയാ ഞാതാ കയറാൻ വണ്ടി വരണ്ടവേ വെച്ചാലിമ്മേ. എന്നിട്ട് എനിക്ക് ഫോൺ ചെയ്ത എൻ്റെ കുട്ടി ഞാൻ 3:30 ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. ട്രെയിനിൽ കയറിയതിൻ്റെ ശേഷം അവൻ ആരോ വിളിച്ച് പറയും, എൻ്റെ ഫ്രണ്ട് ആരാടാ എന്നെ കൊണ്ടൊരു മെസ്സേജ് ഇത് വന്നിക്കണല്ലോ ഫോൺ, എന്താണ് ഈ ബസ്, ഞാൻ ഇപ്പം ബസ് കയറി. ഈ കുട്ടി ഒന്നും അറിഞ്ഞിട്ടില്ലേ, ഒരു സാധനം അറിഞ്ഞിട്ടില്ല. എന്താണ്ട വന്ന് നീ ഇട്ടു, അവൻ ഇട്ട് കൊടുത്തിട്ട് ഈ കുട്ടി അറിഞ്ഞത് ട്രെയിനിൽ നിന്ന്. അത്ര പോലെ എൻ്റെ മകൻ ഒന്നും അറിഞ്ഞിട്ടില്ല. പാവം കുട്ടീനെ ഇങ്ങനെ ചെയ്തു. ദൈവം കൂടി പൊറുക്കൂലത്. ഭഗവാനെ, എൻ്റെ മോനെ, എന്തൊരു നല്ല മോനെ എൻ്റെ മോൻ. എനിക്ക് എൻ്റെ മോനെ തിരിച്ചു വരൂലല്ലോ നാളെ. എന്താ ഞാൻ ചെയ്യണ്ടേ? യാതൊരർത്ഥം എൻ്റെ മനസ്സിൽ. എങ്ങനെയൊക്കെയോ എത്ര ദിവസം വരെ തള്ളി നീക്കി. ഇവിടുന്ന് അങ്ങോട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഈ കണ്ണീരിന് പകരം വെക്കാൻ ഒരു പറിക്കലിന്റെ കണ്ണീരിനും പറ്റത്തില്ല. ഈ ഷിംജിതയുടെ മൂട് താങ്ങി നടക്കുന്ന രണ്ടോളുമാരുണ്ടല്ലോ, ഒരു മൂക്കാരിട്ട ഒരു നാറിയും അതുപോലെ ചീലച്ചിമി വെറുക്കൽ, ഇവളുമാർ രണ്ടെണ്ണം മിക്കവാറും ഇപ്പൊ ചെല്ലും, നക്കാൻ വേണ്ടി ചെല്ലും. ഇന്നത്തെ ഈ ചീലച്ചിമി വെറുക്കൽ കരഞ്ഞു മെഴുകിക്കൊണ്ട് ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നത് കണ്ടു. അത് കണ്ടിട്ട് സത്യം പറയാമല്ലോ, എന്തെന്നില്ലാത്ത ഒരു സന്തോഷം മനസ്സിനുള്ളിൽ തോന്നും. സാധാരണ മനുഷ്യന്മാർ കരയുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുള്ളതല്ല. പക്ഷെ ഇവളിങ്ങനെ പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ എന്തോ ഒരു ആത്മസംതൃപ്തി. സീരിയസ്ലി, ഇതിന്റെ പേര് നിങ്ങൾ എന്നെ സാഡിസ്റ്റ് എന്ന് വിളിച്ചോ, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അന്തസ്സായിട്ട് ഞാൻ അഭിമാനത്തോടെ അത് അക്സെപ്റ്റ് ചെയ്യും. ഞാനൊരു സാഡിസ്റ്റ് ആണെന്ന് ഞാൻ പറയും. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന സമയത്ത് ഇവൻ ചത്തത് നന്നായി എന്ന് പോസ്റ്റ് ഇടുന്ന എവളെ പോലുള്ള പരമനാറികളെ, അവളൊക്കെ കണ്ണീരല്ല, അവളിനെയൊക്കെ തല പൊട്ടി ചോര ഒലിപ്പിച്ച് കരഞ്ഞു മെഴുകി നടു റോഡിക്കൂടെ നടന്നു പോയാൽ പോലും പട്ടി പോലും തിരിഞ്ഞു നോക്കത്തില്ല. സത്യമായിട്ട് ആ അമ്മയുടെ കരച്ചിൽ കണ്ട ഒരു മനുഷ്യനും നീയൊക്കെ ഇനി എത്ര കരഞ്ഞു മെഴുകിയാലും ഒരു തരത്തിലുള്ള അലുവോ മാങ്ങാത്തൊലിയോ നിന്നോടൊന്നും തോന്നത്തില്ല. നീയൊക്കെ ഇച്ചിരിയെങ്കിലും നാണവോ മാനവോ ഉളുപ്പോ എമ്പതിയോ സിമ്പതിയോ ഉണ്ടെങ്കിൽ ആ അമ്മയുടെ കാലിൽ പോയി പിടിച്ച് മാപ്പ് പറഞ്ഞേക്ക്. ആ മൂക്കയറിട്ട നാറിയും അതുപോലെ തന്നെ ചീലച്ചിമ്മി പോയി മാപ്പ് പറ. സത്യം പറഞ്ഞ ഇവളുമാരെ ഈ രണ്ടെണ്ണത്തെയാണ് ഈ ഷിംജിതയേക്കാൾ കൂടുതൽ
ഈ കേരള ജനത വെറുക്കുന്നത്. കാണുമ്പോ സീരിയസ്ലി കാണുമ്പോ ചൊറിഞ്ഞു വരും. എവിടെ നിന്നില്ലാത്ത ചൊറിച്ചിലാണ് ഈ രണ്ടെണ്ണത്തിനെ കാണുമ്പോൾ വരുന്നത്. ഇവിടെ ഇറങ്ങി കഴിയുമ്പോൾ മിക്കവാറും ചെല്ലും, നക്കാൻ വേണ്ടി ചെല്ലും. അവിടെ കാലിന്റെ ചവിട്ടിലാണല്ലോ ഇവിടെയൊക്കെ എക്സിസ്റ്റൻസ് നടക്കുന്നത്. ഫേക്ക് ഫെമിനിസ്റ്റുകൾ. ഇതാണോ ഫെമിനിസം? ഇവളുമാരുടെയൊക്കെ വീട്ടിലെ ആണുങ്ങൾ പിഴകളായിരുന്നു പറഞ്ഞിട്ട് നാട്ടിലുള്ള എല്ലാ ആണുങ്ങളെയും ആ ഒരു ഗണത്തിലങ്ങ് പെടുത്തിയേക്കുക. ഒരുത്തിയുടെ തന്ത പിഴ, മറ്റൊരുത്തിയുടെ തന്തയും കെട്ടിയവനും അവിടെ പരിചയത്തിലുള്ള എല്ലാം പിഴ. അപ്പോഴത്തേക്ക് അങ്ങ് മുദ്ര കുത്തി ഈ ലോകത്തിലുള്ള എല്ലാവരും, എല്ലാ ആണുങ്ങളും പിഴകളാണ്. നീയൊക്കെ നല്ല ആണുങ്ങളെ കണ്ടിട്ടില്ല, അതുകൊണ്ടാ. വേറൊരുത്തിക്ക് ഈ ചീലച്ചിമി എന്ന് പറയുന്ന നമുക്ക് ആണുങ്ങളെ കണ്ടുകൂടാ, പക്ഷെ അവൾക്ക് ശശൊക്കെ ഇഷ്ടമാ കേട്ടോ. അവള് 10 താഴെ ആണുങ്ങളെടുത്ത് മാത്രമേ ശശൊക്കെ ചെയ്തിട്ടുള്ളൂ. അവൾക്ക് അതൊക്കെ വലിയ കാര്യം അവൾക്ക്. പക്ഷെ ആണുങ്ങളെ ഇഷ്ടമല്ല. ഇതൊക്കെ അവൾക്ക് വേണം, പക്ഷെ ആണുങ്ങളെ അവൾക്ക് ഇഷ്ടമല്ല. എടി ഇങ്ങനെയൊക്കെ ജീവിക്കുന്നതിനും ഭേദം മറ്റേ നാട്ടുകാർ നിന്നെ ഇപ്പൊ ഒരു വിളിക്കുന്ന പേരുണ്ടല്ലോ, ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് ഇതിനേക്കാൾ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയും. സത്യസന്ധമായിട്ട് പറയും. ആ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് നീയൊക്കെ ഈ ചെയ്യുന്ന നാറിയ പ്രവൃത്തിയെക്കാളും അന്തസ്സുണ്ട്. അവള് പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. സന്തോഷം, ഷംജിജയ്ക്ക് ജാമ്യം കിട്ടിയതിന്റെ സന്തോഷം പ്രകടനം. മിക്കവാറും ഒരു വീഡിയോ കൂടെ പ്രതീക്ഷിക്കാം. ഇപ്പൊ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും, വീഡിയോ വന്നിട്ടുണ്ടാവും. നാണമില്ലാത്ത ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങൾ. അവിടെ വക്കീൽ, ഈ ഷംജിതയുടെ വക്കീൽ പറയുന്നത് അവർക്ക് വിദേശത്തോട്ട് പോകാനുള്ള തടസ്സമൊന്നുമില്ല, അവർക്ക് വിദേശത്തോട്ടൊക്കെ പോവാം. മിക്കവാറും ഇറങ്ങുമ്പോൾ തന്നെ പറക്കാനുള്ള സാധ്യതകളുണ്ട്. നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ആളുകൾ കല്ല് ഇറക്കി വരുമല്ലോ, അതുകൊണ്ട്. പിന്നെ ഈ ഫോണിന്റെ കാര്യം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇരുത്തി പരിശോധിക്കണം. ഇത് എന്തുകൊണ്ട് ഇത്രയും നാള് ഡിലേ ആവുന്നു എന്ന് അറിയണമല്ലോ. മിക്കവാറും പിടിപാട് വെച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയതാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് ഗൈസ് ഷംജിതയുടെ വിശേഷങ്ങൾ. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി.